നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നതായി സൂചന. RSS ബന്ധം ആരോപിച്ച് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ക്രൂശിക്കുന്നതിനിടയിലാണ് ADGP MR അജിത് കുമാറിൻ്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനെ കുറിച്ചുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഏത് പദവിയിലേക്കാണ് MR അജിത് കുമാറിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് ചില ചർച്ചകളും ഉയർന്നു വരുന്നു. NIA ആണോ, CBI ആണോ, NIA ആണോ, അതോ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണോ MR അജിത് കുമാറിനായി കേന്ദ്ര സർക്കാർ നൽകുക എന്നത് സംബന്ധിച്ച സംശയങ്ങളും ഊഹാപോഹങ്ങളുമാണ് ഇപ്പോൾ പരക്കുന്നത്. എന്തായാലും MR അജിത് കുമാറിനെ കൈവിടേണ്ടത് തന്നെയാണ് സംസ്ഥാനത്തെ. ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ചില ആശയവിനിമയങ്ങൾ ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് MR അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഉണ്ടായത്. ആരെയും ഒറ്റപ്പെടുത്തേണ്ടതല്ല, രാഷ്ട്രീയപരമായി ആരും തൊട്ടുകൂടാത്തവരല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുടെ മനസ്സിലാണ് ക്രിമിനലിസം ഉള്ളത്. ഒരു കാലത്ത് EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ PP മുകുന്ദൻ എന്ന BJPയുടെ RSSന്റെ നേതാവ് ചേർന്നുകൊണ്ടാണ് പാനൂരിൽ സമാധാനം പുനഃസ്ഥാപിച്ചത്. അങ്ങനെ നിരവധി ചരിത്രങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരാണ് ഇത്തരത്തിൽ മാറ്റി നിർത്തലുകളുടെ കഥ പറയുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇതിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ട്, ഇതിലൊരു സന്ദേശമുണ്ട്. കാരണം RSSന്റെ പേരിൽ, RSS നേതൃത്വത്തെ കണ്ടതിൻ്റെ പേരിൽ MR അജിത് കുമാറിനെ കേരളത്തിൽ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുന്നത്. അതും TV അൻവർ എന്ന് പറയുന്ന ഒരു MLAയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ. പല കാലങ്ങളിൽ പല ഘട്ടങ്ങളിൽ പല ആരോപണങ്ങളും ഉന്നയിച്ച് രംഗത്ത് വന്ന വ്യക്തിയാണ് PV അൻവർ. PV അൻവറിന്റെ ഇപ്പോഴത്തെ ആരോപണ ശരങ്ങൾ തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്നാൽ രാഷ്ട്രീയപരമായ അത്തരം ആരോപണങ്ങൾ PV അൻവറിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ PV അൻവർ നേരെ തൻ്റെ ആരോപണങ്ങളുടെ ദിശ മാറ്റി. പിന്നീട് ഒരു മതത്തിൻ്റെ കൂട്ടുപിടിച്ചു. പിന്നീട് MR അജിത് കുമാറിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു. പിന്നാലെ ആ മതത്തിൻ്റെ തന്നെ ഒരു മറ തീർത്തുകൊണ്ട് ഞാൻ ഈ പറയുന്നതിന് പിന്നിൽ ചില താല്പര്യങ്ങളാണ്, ചില മതത്തിൻ്റെ താല്പര്യങ്ങളാണ് എന്ന ചില സൂചനകൾ നൽകാൻ ശ്രമിച്ചു. ഒടുവിൽ MR അജിത് കുമാറിനെയും RSSനെയും ഒരേ തൊഴുത്തിൽ കെട്ടാനുള്ള വ്യക്തമായ വർഗീയ അജണ്ടയുമായി PV അൻവർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ PV അൻവറിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ CPMനും സംശയമുണ്ട്. അതുകൊണ്ടാണ് LDF കൺവീനർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായി പറഞ്ഞത്, ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളുമായി രംഗത്ത് വന്നാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇടതുമുന്നണിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിലെ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ PV അൻവറിന് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വ്യക്തമായി സർക്കാരിന് എഴുതി നൽകാം, അക്കാര്യത്തിൽ പരിശോധനയുണ്ടാകും. എന്നാൽ സർക്കാരിനെയും സർക്കാരിൻ്റെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആളുകളെയും പൊതുസമൂഹത്തിലിട്ടിങ്ങനെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഓരോ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുന്നതിനെ CPM അനുകൂലിക്കുന്നില്ല എന്ന വാക്കുകൾ തന്നെയാണ് ഇടതുമുന്നണി കൺവീനറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടാർഗറ്റ് ചെയ്യുന്നു, P ശശി എന്ന അധികാര കേന്ദ്രത്തെ ടാർഗറ്റ് ചെയ്യുന്നു. ഇതിനൊക്കെ പിന്നിൽ CPMലെ തന്നെ പടലപ്പിണക്കമോ അല്ലെങ്കിൽ CPMലെ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നവരെ, മുഖ്യമന്ത്രിയെ തന്നെ അപ്രസക്തനാക്കാനുള്ള ഗൂഢാലോചനയുടെ ഫലമാണോ എന്നും സംശയിക്കുന്നവർ അധികമുണ്ട്. അപ്പോൾ ഇനി PV അൻവറിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കണ്ട എന്നാണ് CPMന്റെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ തീരുമാനം. മറുഭാഗത്ത് P ശശിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിക്കുന്നുണ്ട്. MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് CPM അല്പം പിന്നോട്ട് പോകുന്നത് രണ്ട് RSS നേതാക്കളെ MR അജിത് കുമാർ കണ്ടു എന്നൊരു വിഷയത്തിൽ മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ MR അജിത് കുമാറിനെയും പൂർണ്ണമായും സർക്കാർ സംരക്ഷിച്ചേനെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ MR അജിത് കുമാറിൻ്റെ RSS ബാന്ധവം, ആ RSS ബാന്ധവമാണ് PV അൻവർ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. വ്യക്തിപരമായ അഴിമതിക്കപ്പുറം, അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കപ്പുറം RSSന്റെ നേതാക്കന്മാരെ കണ്ടു, MR അജിത് കുമാർ RSSുമായി ഗൂഢാലോചന നടത്തുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത പരത്താനാണ് PV അൻവർ അവസാന ഘട്ടങ്ങളിൽ ശ്രമിച്ചത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സംസ്ഥാനത്തെ RSS നേതൃത്വം കണ്ടിരിക്കുന്നത്.
റാം മാധവിനെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതുപോലെ തന്നെ RSSന്റെ ഇന്ത്യയിലെ രണ്ടാമനായ ഹൊസബോളെ പോലെ ഒരു വ്യക്തി, അദ്ദേഹം സമ്പർക്ക് പ്രമുഖാണ്, അതുപോലെ തന്നെ പല ഉന്നതമായ പദവികളും വഹിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ആളുകൾ വരുമ്പോൾ നാട്ടിലെ പൗരപ്രമുഖർ അവരെ അങ്ങോട്ട് നിന്ന് കാണുകയോ അല്ലെങ്കിൽ അവരുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് പലരും അവസരങ്ങൾ ഒരുക്കുകയോ ചെയ്യും. ഇത് സ്വാഭാവികമാണ്. ഇത് ഇപ്പോൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്. RSSന്റെ പ്രവർത്തനങ്ങളിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു പ്രക്രിയയാണിത്. നിരവധി ഇടങ്ങളിലേക്ക്, പൊതുസമൂഹത്തിലെ നിരവധി ചിന്താധാരയുള്ളവരിലേക്ക്, നിരവധി അധികാരങ്ങൾ കൈയാടുന്നവരിലേക്കൊക്കെ സംഘടനയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളിലൂടെയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ വ്യക്തിപരമായ ഒരു സന്ദർശനമായി, ഒരു സ്വകാര്യ സന്ദർശനമായി നടത്തുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായി കൂട്ടിക്കുഴച്ചുകൊണ്ട്, അതിനെ RSS വൽക്കരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിൽ RSSന് അപ്രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ RSSുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും ഒരു നടപടി ഒരിക്കലും RSS അംഗീകരിക്കില്ല. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുമാത്രവുമല്ല, ഇങ്ങനെ MR അജിത് കുമാറിനെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തുന്ന PV അൻവറിനെതിരെ മറ്റു തലങ്ങളിലുള്ള അന്വേഷണം വരാനുള്ള സാധ്യതയുമുണ്ട്. MR അജിത് കുമാർ തന്നെ PV അൻവറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലും സ്വാഭാവികമായ അന്വേഷണം വരും. അത് ചിലപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളിലേക്കായിരിക്കാം ആ അന്വേഷണം എത്തിപ്പെടുക. ഇത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്, നോക്കുന്നുണ്ട് കേരളത്തിലെ സംഘടനാ സംവിധാനവും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വവുമൊക്കെ. ഇവിടെ MR അജിത് കുമാർ എന്ന വ്യക്തിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണം അത് കേവലം ഒരു വ്യക്തിപരമായ ആരോപണമല്ല. അതിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്.